ഈ മോനെ ഒന്ന് ശ്രദ്ധിക്കാനുള്ള ഒരു സമയം പോലും നമുക്ക് കിട്ടിയിട്ടില്ല. ഈ ഒറ്റപ്പെടലിന്റെ വേദനയാണ് കൂട്ടുകാരോടി തെറ്റായ വഴിയിലേക്ക് പോയത്. ഒരു പക്ഷേ ഒരിക്കൽ അവൻ എന്നോട് സ്നേഹിച്ചിരുന്നെങ്കിൽ എന്റെ മോനെ ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിലും ഞാനിവിടെ വരില്ലായിരുന്നു. സ്നേഹം തേടിയുള്ള യാത്രയിലാണ് ഓരോ മനുഷ്യനും. എവിടെയൊക്കെയോ സങ്കടങ്ങളുടെ കയങ്ങളിൽ മുങ്ങിത്താണ് മനുഷ്യൻ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾക്കായി യാത്ര തുടരുന്നു. അങ്ങനെ സ്നേഹം തേടിപ്പോയ ഒരു മനുഷ്യനിലേക്ക് ശ്രദ്ധ തിരിച്ചുകൊണ്ട് ഞങ്ങൾ അവതരിപ്പിക്കട്ടെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്. പിന്നെ ഒരു കാര്യം പ്രധാനപ്പെട്ടത്, അടുത്ത ദിവസം നമ്മുടെ ജോസ്
അച്ഛന്റെ അച്ഛൻ്റെ അപ്പം വേണ്ട കാര്യങ്ങളെല്ലാം നോക്കി കണ്ട് ചെയ്തോ. ഒന്നിനും ഒരു കുറവ് വരാൻ പാടില്ല. ആദ്യം സ്റ്റേജ് ആയാലും ഡെക്കറേഷൻ ആയാലും അന്ന് നടക്കുന്ന പരിപാടിയായി എല്ലാത്തിനും സമയത്ത് ആൾക്കാരെ കേൾപ്പിച്ച് എല്ലാം പിന്നെ സമയമാകുമ്പോൾ അതായില്ല ഇതായില്ല ഞാൻ വായിപ്പിക്കുമല്ലോ. എല്ലോ ശരിയായ ജോസ് ഒന്നും കഴിച്ചു നീ ഒരു കാര്യം അവനെ ഞാൻ വിട്ടും കുത്തുക എല്ലാം ഒരു കാര്യം എന്താണ് നിനക്ക് ഒരു ക്ഷീണം? ഒന്നുമില്ല അച്ഛൻ. അങ്ങനെയല്ല, ജോമോട് പറഞ്ഞല്ലോ നീ ഇന്നലെ ഒന്നും കഴിച്ചില്ല. എനിക്ക് വിശക്കുന്നില്ല അച്ഛൻ. നിന്റെ മനസ്സിൽ എന്തോ ഒരു വിഷമം. നീ അച്ഛനോട് പറഞ്ഞേ. അച്ഛാ, ഞാനിവിടെ വന്നിട്ട് എത്ര നാളായി അച്ഛാ? അങ്ങനെ ചോദിച്ചാ ഒരു 5-6 മാസമായി. എന്നിട്ട് ഇത്ര നാളായിട്ട് എന്റെ അപ്പനും അമ്മയും എന്താ അച്ഛാ എന്നെ ഒന്ന് കാണാൻ വരാത്ത? നീ അല്ലേടാ പറഞ്ഞ പോയി നിന്റെ അപ്പനെ അമ്മയും നിനക്ക് കാണണ്ട. അച്ഛാ, അന്ന് ഞാൻ ദേഷ്യത്തിലായിരുന്നു. അതാ അങ്ങനെ. അച്ഛനറിയോ, എന്റെ കുട്ടിക്കാലം മുതൽ ഞാൻ കാണുന്നത് എന്റെ അപ്പനും അമ്മയും തമ്മിൽ വഴക്കടിക്കുന്നതും കലഹിക്കുന്നതും മാത്രം. സ്നേഹം എന്താണ് ഞാൻ അറിഞ്ഞിട്ടില്ല. എനിക്കത് തന്നിട്ടില്ല. അവരുടെ തിരക്കിലായിരുന്നു. എനിക്കാകെ ഓർമ്മയുള്ളത് എന്നെ തല്ലുന്നത്, എന്നെ വഴക്ക് പറയുന്നത് മാത്രം. അപ്പോഴാണ് എനിക്ക് കുറെ കൂട്ടുകാരെ കിട്ടിയത്. പക്ഷെ അതെല്ലാം ഒരു തെറ്റായ വഴിയിലേക്കുള്ള ഒരു പോക്ക് മാത്രമായിരുന്നു. എന്റെ കൂട്ടുകാര് പറയുന്നതാണ് ശരിയെന്നാ ഞാൻ വിചാരിച്ചിരുന്നത്. എനിക്ക് അവരെ നിന്ന് കിട്ടുന്നത് സ്നേഹമാണെന്ന് ഞാൻ വിശ്വസിച്ചു പോയി. അങ്ങനെ അവരോടെ കൂടി കഞ്ചാവ് വലിക്കാനും മയക്കുമരുന്നിനും അടിമയായി. എങ്ങനെയെങ്കിലും എനിക്ക് പണം ഉണ്ടാക്കണമെന്നേ ഉള്ളായിരുന്നു. അതിനുവേണ്ടി ആരെ വേദനിപ്പിക്കാനോ ആരെ കൊല്ലാനോ എനിക്ക് മടിയില്ലായിരുന്നു. എനിക്ക് എന്റെ മാതാപിതാക്കളോട് വെറുപ്പായിരുന്നു. എനിക്ക് എന്റെ മാതാപിതാക്കളോട് വെറുപ്പായിരുന്നു. ഒരു തരം കിട്ടിയാൽ അവരെ കൊല്ലാൻ പോലും ഞാൻ ആഗ്രഹിച്ചിരുന്നു. നീ കരയാതെ, നിന്റെ വിഷമം എനിക്ക് മനസ്സിലാക്കാം. ദൈവമായിട്ടാണ് നിന്നെ ഇവിടെ എത്തിച്ചത്. ഇവരെ നിന്നെയല്ല, ദൈവത്തിന്റെ ഹൃദയത്തിൽ ഇങ്ങനെ കൊണ്ടു നടക്കണം. ഇപ്പൊ നിനക്ക് നിന്റെ അപ്പനും അമ്മയും നിനക്ക് കാണണം. അതല്ല, അവരെ ഞാൻ വിളിപ്പിക്കാം. ഇപ്പൊ നീ സുഖമായിട്ട് പോയി ഒന്ന് കിടന്നു വന്നു കേട്ടോ. ശരി അച്ഛാ,
നീ ചെല്ലു. എന്തൊരു മഴയാ! എടി കൊച്ചേ, എന്താ പറ്റിയടി? എന്താ നിന്റെ മുഖം ഇങ്ങനെ വാടിയിരിക്കുന്നത്? എന്നെ ഓർത്ത നീ കരയുന്നത്? ഇതും പറഞ്ഞ് വിചാരിച്ചിരുന്നാൽ എങ്ങനെയാ നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോവുക? പിന്നെ എന്ത് ചെയ്യാനാ? എന്തായാലും ഇതിനെല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാകണമല്ലോ. ഞാനൊന്ന് നോക്കട്ടെടി, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. നമ്മുടെ മോൻ ഇങ്ങനെ ആകാൻ കാരണം നിങ്ങളാ. നീ എന്തൊക്കെയാ ഈ പറയുന്നത്? എന്നെ കൊണ്ട് ദേഷ്യം പിടിപ്പിക്കരുത്. ദേഷ്യപ്പെട്ടിട്ടും കാര്യമില്ല. കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പത്തില് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇനി നീ എന്റെ മണ്ട കയറിയാൽ മതിയല്ലോ. നിനക്കൊന്നും ഗുണദോഷിക്കാമായിരുന്നില്ലേ? ആമ്പിള്ളാരെ അപ്പന്മാരാണ് ഗുണദോഷിക്കുന്നത്. എന്തായാലും എന്നാ പുറത്തിറങ്ങി നടക്കാൻ വയ്യ, അവന്റെ കയ്യിലിരിപ്പ് കാരണം. എടി, ഇനി ഒന്നും പറയണ്ട. ഇനി തീരുമാനിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ രണ്ടുപേരും കൂടിയാ. എന്ത് തീരുമാനിക്കാനാ? അവനെ ഏതെങ്കിലും മാനസികാരോഗ്യ ആശുപത്രിയിൽ കൊണ്ടുവന്നാക്കണം. നീ എന്താ ഈ പറയുന്നേ? അവൻ നമ്മുടെ മകനല്ലേ? വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. ആളുകൾ കാണുമ്പോൾ ചോദിക്കുക, നിങ്ങളുടെ മകൻ എന്താ ഇങ്ങനെയെന്ന്. ഒരു പെറ്റമ്മയ്ക്ക് അത് കേൾക്കാൻ പറ്റുമോ? എത്രമാത്രം പ്രാർത്ഥിച്ചു, എത്രമാത്രം നേർച്ച കാഴ്ചകൾ വെച്ചു. എന്നിട്ട് ദൈവം എന്താ നമ്മുടെ പ്രാർത്ഥന കേൾക്കാത്തത്? തമ്പുരാൻ നമ്മെ ഒരു നാളും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല. ഉറച്ചു വിശ്വസിക്ക്, എല്ലാം ശരിയാകും. ആരാ അത്? എപ്പോഴും സ്വീകരിക്കട്ടെ. അച്ഛനെ ഇതിനു മുമ്പൊന്നും ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഓ, ഇവിടുത്തെ വികാരിയച്ഛൻ പറഞ്ഞപ്പോ ഇതുവഴി ഒന്ന് കേറി ഇറങ്ങി പോകാന്ന് വിചാരിച്ചു. അങ്ങനെ വന്നാ. ആട്ടെ, നിങ്ങൾ രണ്ടുപേരെ ഇവിടെ ഉള്ളോ? അല്ലച്ച, മോനും ഉണ്ട്. ആ, എന്നിട്ട് അവനെന്ത് ചെയ്യും? അവനെ വിളിച്ചേ. വേണ്ട അച്ചോ, അവനിപ്പോൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയുവാനാവില്ല. സത്യം പറഞ്ഞ വികാരിയച്ഛൻ ഇവിടുത്തെ പയ്യനെ കുറിച്ചെല്ലാം എന്നോട് പറഞ്ഞു. എനിക്ക് അവനെ കണ്ടൊന്ന് സംസാരിക്കണം. നിങ്ങൾ അവനെ വിളിച്ചാൽ മാത്രം മതി. അച്ഛാ, ഞങ്ങൾ തന്നെ ഇവിടെ വിഷമിച്ചാ ജീവിക്കുന്നത്. ഏത് സമയം എന്നെ അവൻ കാണിക്കുന്ന അറിയില്ല. അതൊന്നും ഓർക്ക് നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ അവനെ ഒന്ന് വിളിച്ച് എനിക്ക് അവനെ ഒന്ന് കാണണം. ജോസേ, എടാ ജോസേ, ഇങ്ങോട്ടൊന്ന് വന്നേടാ. ഈ തന്റെ എന്തിനാ എങ്ങനെയായിരുന്നു വിളിക്കുന്നേ? അച്ഛനെ സ്തുതി കൊടുക്കണം. വേറെ പണിയൊന്നുമില്ല, നിങ്ങൾ വിളിച്ച കാര്യം പറ. മോനെ, നീ അവരോട് ദേഷ്യപ്പെടണ്ട. ഞാൻ പറഞ്ഞിട്ട് അവര് നിന്നെ വിളിച്ചത്. ആരെങ്കിലും വന്നു കഴിഞ്ഞാ എന്നെ വിളിച്ച് കാണിക്കാൻ ഞാൻ എന്താ മൃഗശാല നോടണം? മൃഗോ? എടാ അച്ഛനോട് ഇങ്ങനെയാണല്ലോ സംസാരിക്കുന്നത്? മോനെ,
ഈ വീട്ടിൽ വന്നപ്പോ എല്ലാവരെയും ഒന്ന് പരിചയപ്പെടണമെന്ന് തോന്നി. അപ്പം നിന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ. അല്ലാതെ എന്നെ നന്നാക്കാനോ നേരെയാക്കാനോ വല്ലതും ആണെങ്കിൽ അച്ഛൻ വേറെ ആളെ നോക്കണം. ഞാൻ പറഞ്ഞേക്കാം. അച്ഛൻ ഏതായാലും ഇവിടെ വരെ വന്നാലേ അച്ഛൻ്റെ പൈസ വല്ല കൊണ്ട് എടുക്കും. ഇവിടെ ഉണ്ടൊരു തന്തേം തള്ളി നാശങ്ങള്. 5 പൈസ എനിക്ക് തരത്തില്ല. 2 എനിക്ക് കാണണ്ട. കേറിപ്പോ. ഞങ്ങൾ എങ്ങനെ ഉപദ്രവിക്കാൻ? ഞങ്ങൾ എന്ത് തെറ്റാണോ ചെയ്തത് നിന്നോട്? എന്ത് തെറ്റാ ചെയ്തെന്ന് പ്രസവിച്ചിട്ടാ മാത്രം പോരാ, സ്നേഹിക്കാൻ പഠിക്കണം. എന്നെ ഈ നിലയിലാക്കിയത് നിങ്ങളാ. മോനെ ഒന്ന് നിന്നേ. അച്ഛനെന്താ വിളിച്ചേ? മോനെന്നോ? ഇങ്ങനെ ഒരു വിളിയൊക്കെ ഞാൻ എത്രമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? മോനെ നീ പറ, നിനക്ക് എന്താ വേണം? ഞാൻ എനിക്ക് കുറച്ച് സ്നേഹം തന്നാ മതി. അച്ഛൻ എനിക്ക് തരുമോ? എന്റെ അപ്പനും അമ്മയ്ക്കും എന്നെ വെറുപ്പാ. ഇവരെന്നോട് പറയാ എനിക്ക് ഭ്രാന്താണ്. മോനെ നിനക്കൊരു കുഴപ്പമില്ല. നീ നോക്കിക്കേ, ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ടാ. നീ ഇവരൊന്നും പറയുന്നത് അതൊന്നും ശ്രദ്ധിക്കണം. നീ നല്ല കുട്ടി, അച്ഛന് നിന്നെ ഇഷ്ടപ്പെട്ടു. നിന്നെ ഞാൻ സ്നേഹിക്കും. എന്റെ മോനെ ഞങ്ങൾ നിന്നെ സ്നേഹിച്ചിരുന്നുള്ളത് നിന്റെ തോന്നലാ മോനെ. തോന്നലാണെന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ എപ്പോഴായാലും സ്നേഹിച്ചിട്ടുള്ളേ? ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് അച്ഛാ? ഞാനൊരു കാര്യം പറയാം. ഞാനിവിടെ അടുത്തായിട്ട് ഒരു റീഹാബിലിറ്റേഷൻ സെന്റർ നടത്തുന്നു. പറ്റുവാണെ ഇവരെ കൂട്ടിക്കൊണ്ട് നിങ്ങൾ രണ്ടുപേരും നാളെ വരെ അങ്ങോട്ട് പോകാം. ബാക്കി നമുക്ക് അവിടെ നിന്ന് ആലോചിച്ച് സംസാരിക്കാം. ഞങ്ങൾ വരാ. ശരി ജോസേ, നീ നാളെ അച്ഛനെ കാണാൻ വരില്ലടാ. വരാച്ച. ഞാനേ ജോസിന്റെ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് മയങ്ങിപ്പോ. അത് പോട്ടെ, ഇപ്പൊ ജോമോൾ എന്നാ വന്നേ? എന്നെ കാണാനോ? ആരാ? വല്ല പേരും വിവരവും വല്ലതും ചോദിച്ചോ? ആ, അത് നമ്മുടെ ജോസിന്റെ അപ്പനും അമ്മേ. നീ അവരെ ഇങ്ങോട്ട് വിളിക്കും. എപ്പോഴും സ്ത്രീയായിരിക്കട്ടെ. അച്ഛന് ഞങ്ങളെ കാണണമെന്ന് പറഞ്ഞിരുന്നുവോ? അതെ, ഞാനാ നിങ്ങളെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. അവൻ എന്തെങ്കിലും അതിക്രമം? അങ്ങനൊന്നുമില്ല, അവനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ വിളിപ്പിച്ചത് കുറെ നാളായല്ലോ അവൻ ഇങ്ങോട്ട് വന്നിട്ട്.
നിങ്ങളോട്ട് അവനെ തിരക്കിയില്ല, ഞാൻ നിങ്ങളെ ഒന്ന് വിളിപ്പിച്ചില്ല. അവൻ ഒരാഗ്രഹം പറഞ്ഞു, നിങ്ങളെ കാണണം. അപ്പൊ ഞാൻ ആലോചിച്ചു, ഒരു ദിവസം നിങ്ങളെ ഇവിടെ വിളിച്ചു വരുത്താം. അതാ. എന്താ അച്ഛാ? അവന്റെ മനസ്സിൽ ഒത്തിരി വിഷമങ്ങളുണ്ട്. അവനോട് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ ഒത്തിരി കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. എന്താ അച്ഛാ കാര്യം? ദേ, ഉപദേശിക്കുവാണെന്നൊന്നും കരുതരുത്. മക്കളെ ജനിപ്പിച്ചാൽ പോലെ മാതാപിതാക്കളും അവർക്ക് മാതൃകയാണ്. അവർക്ക് സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. മാനസികമായിട്ട് അവർ നമ്മളെക്കാൾ ഒത്തിരി വളർന്നിട്ടുണ്ട്. നമ്മുടെ ചെറിയ ചെറിയ കുടുംബത്തിലെ വഴക്കുകളും നമ്മുടെ തിരക്കുകളിൽ ഇങ്ങനെ നമ്മൾ മുങ്ങിപ്പോയി കഴിയുമ്പോൾ അവരെ ശ്രദ്ധിക്കാതെ പോകുന്നത് അവർക്ക് ഒത്തിരി മാനസികമായിട്ട് വിഷമമുണ്ടാകും. ഒരു സ്നേഹം കിട്ടാതെ പോകുന്ന ഒരു മോൻ്റെ സങ്കടം അതെനിക്ക് അവനെ കാണാൻ പറ്റും. ഇനി ഈ സമയമൊന്നും അതിക്രമിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഇപ്പൊ തൊട്ട് അവനെ സ്നേഹിക്കാൻ പറ്റും. അച്ഛാ, ഞങ്ങൾക്ക് ഒത്തിരി തെറ്റുകളും കുറവുകളും ഉണ്ടായിട്ടുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അച്ഛൻ ഞങ്ങളോട് ക്ഷമിക്കണം. ദേ, നിങ്ങൾക്ക് നിങ്ങളുടെ മോനെ കാണണോ അച്ഛാ? ഞാൻ അവനെ വിളിപ്പിക്കാം. ജോ മോളെ, എടി ജോ മോളെ, ആ ജോസിനെ ഇങ്ങോട്ട് വിളിച്ചേടി. അമ്മച്ചി, നിങ്ങളെന്നോട് ക്ഷമിക്കണം. എന്റെ അറിവില്ലായ്മ കൊണ്ട്, അഹങ്കാരം കൊണ്ട് നിങ്ങളെ ഒത്തിരിയേറെ വേദനിപ്പിച്ചു. എന്നോട് ക്ഷമിക്കണം. അമ്മ ഇപ്പൊ വിളിച്ച പോലെ എന്നെ ഒന്ന് പിടിച്ച് ചേർത്ത് നിർത്തിയിരുന്നെങ്കിൽ എന്റെ പെറ്റമ്മ ഓരോ പ്രാവശ്യം എന്നെ തള്ളി പറയുമ്പോഴും എന്നെ ഓരോ വേദനിപ്പിച്ചപ്പോഴും നിങ്ങളോടുള്ള വെറുപ്പ് എന്റെ മനസ്സിൽ കൂടി വരികയാണ്. ഇവിടെ എന്റെ ജോസച്ചൻ അച്ഛൻ എന്നെ ചേർത്ത് നിർത്തി എന്നെ ഒത്തിരി സ്നേഹിച്ചു. അച്ഛാ, ഞങ്ങളുടെ മോനെ തിരിച്ചു തന്നതിന് ഒത്തിരി നന്ദി. എടാ ജോസ്, നീ ഇങ്ങ് വാ. അച്ഛാ, ദേ, നീ ഒരു 5-6 മാസമായിട്ട് ഇവിടെ ഉണ്ട്. നീ ഒരു ആഗ്രഹം, നിന്റെ അപ്പച്ചനെ അമ്മയും കാണണം. ദേ, നിന്നെ മുന്നേ ഞാൻ അവരെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. ഇനി നിനക്ക് തീരുമാനിക്കാം, നിനക്ക് ഇവിടെ നിൽക്കണോ അതോ ഇവരുടെ കൂടെ പോകണം. അച്ഛാ, എന്റെ അപ്പച്ചന്റെ അമ്മച്ചയുടെ മനസ്സ് എനിക്ക് മനസ്സിലായി. എനിക്ക് മനസ്സിലായി. പക്ഷെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഞാൻ ഇനി ഇവിടുന്ന് തിരിച്ചു പോയാലും എല്ലാരും എന്നെ ഒരു മനോരോഗിയായിട്ട് മാത്രമേ കാണുകയുള്ളൂ. രണ്ടാമതായി എന്നെ ഈ നല്ല നിലയിലാക്കിയത് എന്റെ ജോസച്ചന് ഈ സ്ഥാപനമാണ്. മരിക്കുന്നത് വരെ ഇവിടെ ജീവിച്ച് മരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അച്ഛാ, ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞോട്ടെ? അച്ഛാ, ഞങ്ങൾക്ക് ആവശ്യത്തിലധികം സമ്പത്തുണ്ട്. ഞങ്ങളുടെ ഈ സമ്പത്തെല്ലാം ഞങ്ങൾ ഇവിടെ സംഭാവന ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഏതെങ്കിലും ജോലിയൊക്കെ ചെയ്ത് ഞങ്ങളുടെ മകനോടൊപ്പം ഇവനെ പോലെയുള്ള അനേകം മക്കളോടൊപ്പം
താമസിക്കണമെന്ന് ഞങ്ങളുടെ ആഗ്രഹം. അച്ഛൻ അത് സമ്മതിക്കണം. നിങ്ങളുടെ തീരുമാനമൊക്കെ കൊള്ളാം. പക്ഷെ ഒരു തീരുമാനം എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റില്ല. പിതാവിനോട് പിതാവ് എന്ന് പറയുന്നു അതനുസരിച്ച് നമുക്ക് ചെയ്യാം. ദേ, നോക്കിക്കേ, ഇപ്പൊ സന്തോഷമായി ഇവനെ കൂട്ടിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോയി. ഉസ്മാനെ, നീ പോയിട്ട് വാ. അച്ഛാ, എനിക്ക് ഒരാഗ്രഹം കൂടെ ഉണ്ട്. എന്താണ് മോനെ? നീ പറ. എൻ്റെ അമ്മച്ചീനെ കൂടെ ഒരു ഫാമിലി ഫോട്ടോ എനിക്ക് എടുത്തു തരുമോ അച്ഛാ? നീ തന്നെയാണ്, ഞാൻ എടുത്തു തരാം. ചേർന്ന് ആ തിരിച്ചേ